ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് ആണ്. ടൈം ആൻഡ് വർക്ക് A to Z സീരീസിലെ 7th വീഡിയോ ആണ് ഇത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെയിൻ റൂളിനെ ബേസ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ചെയിൻ റൂൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല ഇതാണ്: M1 D1 H1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2 D2 H2 ഡിവൈഡഡ് ബൈ W2. അതായത് നമുക്ക് രണ്ട് കേസുകൾ തരും. അതായത് ഒരു വർക്ക്, ഒരു പീസ് ഓഫ് വർക്ക് 20 men ഓരോ എത്ര ദിവസം, ഒരു 10 days കൊണ്ട് ഓരോ ദിവസവും ഒരു 6 hours എടുത്ത് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. വേറൊരു പീസ് ഓഫ് വർക്ക് ഒരു 30 men 20 days കൊണ്ട് ഓരോ ദിവസം 8 മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു ടേം നമുക്ക് തരാതെ, അതായത് ഇപ്പൊ ഒരു സെക്കൻഡ്, ആ ഒരു എത്ര ഡേയ്സ് ആണെന്ന് നമുക്ക് തരാതെ, D2 തരാതെ, അല്ലെങ്കിൽ H1 തരാതെ, അങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു ടേം തരാതെ നമ്മളോട് ആ ടേം കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. M1 D1 H1 by W1 equal to M2 D2 H2 divided by W2 ആണ് ഇതിന്റെ ഫോർമുല എന്ന് പറയുന്നത്. വേർ M എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേഴ്സൺസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് മെൻ, അല്ലെങ്കിൽ നമ്പർ ഓഫ് വുമൺ, ആ ജോലി, ആ വർക്ക് ചെയ്യുന്ന ആളെയാണ്, അതിന്റെ നമ്പർ തന്നെയാണ് നമ്മൾ M1 ഉം M2. ഫസ്റ്റ് കേസിൽ M1, സെക്കൻഡ് കേസിൽ M2 ആയിട്ട് എടുക്കുന്നത്. അതുപോലെ തന്നെ D എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡേയ്സ്, ഫസ്റ്റ് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് ആണ് D1, സെക്കൻഡ് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് ആണ് D2. അതുപോലെ തന്നെ H എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അവേഴ്സ്. നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര അവർ വർക്ക് ചെയ്യുന്നു ഫസ്റ്റ് കേസിൽ, അതാണ് H1. അതുപോലെ തന്നെ ഒരു ദിവസം എത്ര മണിക്കൂർ ആ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് H2 സെക്കൻഡ് കേസിൽ. അതുപോലെ തന്നെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് വർക്ക്. എമൗണ്ട് ഓഫ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ ഇത്ര എടുക്കുന്നു, അതിന്റെ ഡബിൾ വർക്ക് ചെയ്യാൻ ഇത്ര എടുക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് കേസ് വരും. അപ്പൊ എന്താണ്, W1 എന്ന് പറയുന്നത് 1 ഉം അതിന്റെ ഡബിൾ W2 എന്ന് പറയുന്നത് നമ്മൾ 2 ആയിട്ട് എടുക്കും. അപ്പൊ ആ എമൗണ്ട് ഓഫ് വർക്കാണ് എന്തെന്ന് പറയുന്നത്, W1 ഉം W2 എന്ന് പറയുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇതിലൊരു ടേം E1, അതായത് എഫിഷ്യൻസി. ഇവിടെ M1 20 men ആണ് ഫസ്റ്റ് കേസിൽ എന്ന് കരുതുക. എല്ലാ മെന്നിനും ഒരേ എഫിഷ്യൻസി ആണ്. ആ എഫിഷ്യൻസി E1 നമുക്ക് ചിലപ്പോൾ 3 ആണെന്നോ, E2 എന്ന് പറയുന്നത് E1 3, അതുപോലെ തന്നെ E2 4, അങ്ങനെയൊക്കെ എഫിഷ്യൻസി ഒക്കെ നമുക്ക് തന്നതിന് എന്താണ്, ഈ ഇക്വേഷനിൽ നമ്മൾ ആ എഫിഷ്യൻസി കൂടെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് എഫിഷ്യൻസി ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് M1 D1 H1 E1 divided by W1 equal to M2 D2 H2 E2 divided by W2 ആയിട്ട് മാറും. ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടേം, അതായത് അവേഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് കരുതുക. 20 men 30 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ആ വർക്കിന്റെ ഡബിൾ 30 men ചേർന്നിട്ട് 20 days എടുക്കുന്നു. അങ്ങനെയെങ്കിൽ എഫിഷ്യൻസി എന്താണ്? അങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് അവേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, അവേഴ്സ് ഒഴികെ, അതായത് H1 ഉം H2 ഒഴികെയുള്ള നമുക്ക് ഇക്വേഷൻ എടുക്കാം. അതായത് H1 ഉം H2 ഒഴികെ M1 D1 E1 divided by W1 equal to M2 D2 E2 divided by W2 എന്നാക്കിയിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ചുരുക്കാം. ഈ W1 വർക്ക് നമുക്ക് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ W1 ഉം W2 ഉം നമുക്ക് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ എടുക്കാം. അതിന് എഫിഷ്യൻസി തന്നിട്ടില്ലെങ്കിൽ M1 D1 equal to M2 D2, അതായത് മെന്നിനെ കുറിച്ചും ഡേയ്സിനെ കുറിച്ചും മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളെങ്കിൽ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചുരുക്കാം. M1 D1 equal to M2 D2. അപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ അതിന്റെ രീതിയിൽ എടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അതില് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ടേം ഏതാണോ അതിനെ ഒരു ഭാഗത്ത് നിർത്തി മറ്റുള്ള ടേംസിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, നേരെ നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 30 men can do a piece of work in 15 days. How many men will do the same work in 10 days? ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, 30 men ചേർന്നിട്ട് എന്ത് ചെയ്യുന്ന ഒരു പീസ് ഓഫ് വർക്ക് ചെയ്യാൻ 50 days എടുക്കും. അങ്ങനെയെങ്കിൽ 10 days കൊണ്ട് ആ വർക്ക് ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എത്ര മെൻ ആവശ്യമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താണ്, നേരത്തെ 30 men 15 days എടുക്കും. അപ്പൊ 10 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അത് സ്വാഭാവികമായിട്ടും 30 മെന്നിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുള്ളൂ, 10 days കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് ആ ഇക്വേഷനിൽ ഫോം എങ്ങനെയാണ്, ഇവിടെ അവേഴ്സിനെ കുറിച്ചോ അതുപോലെ തന്നെ എഫിഷ്യൻസിയെ കുറിച്ചോ ഒന്നും എന്താണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. ഇവിടെ മെന്നും ഡേയ്സ് മാത്രം. അപ്പൊ M1 M ഉം D യും മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ എങ്ങനെ ഫോം ചെയ്യണം, M1 D1
ഈക്വൽ ടു M2 D2. ഇവിടെ വർക്കിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? സെയിം വർക്കാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ W1 W2 സെയിം ആണെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യും. അപ്പൊ വർക്കിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട? ഇവിടെ എഴുതേണ്ട കാര്യമില്ല. W1 W2 എഴുതണ്ട. എന്താണ്? സെയിം വർക്ക് ആയതുകൊണ്ട് അത് നമുക്ക് ഇവിടെ എഴുതേണ്ട കാര്യമില്ല. ബാലൻസ് എന്താണ്? M1 D1 ഈക്വൽ ടു M2 D2 എന്നാവും ആ ഇക്വേഷൻ. അപ്പൊ ഫസ്റ്റ് കേസിൽ M1 എത്ര മെൻ ചേർന്നിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്? 30 മെൻ ചേർന്നിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് തന്നിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നു? M1 എന്ന് പറയുന്നത് 30. അപ്പൊ ഫസ്റ്റ് M1 30 മെൻ ചേർന്ന് എത്ര ദിവസം എടുക്കുന്നു? D1 നമുക്ക് എന്താ തന്നിട്ടുള്ളത്? 50 ഡേയ്സ് എടുക്കുന്നു. 15 ഡേയ്സ് എടുക്കുന്നു. ഓക്കെ, അപ്പൊ 15 ആണെന്ന് കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് കേസിൽ M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഹൗ മെനി മെൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ M2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. D2 എന്താണ് തന്നിട്ടുള്ളത്? 10 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ D2 എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് M2ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ എന്താണ്? M1 എന്ന് പറയുന്നത് 30, D1 എന്ന് പറയുന്നത് 15 ഈക്വൽ ടു M2 എന്ന് പറയുന്നത് അറിയില്ല. അപ്പൊ M2 അങ്ങനെ നിർത്തി. ബാലൻസ് വരുന്നത് എന്താണ്? D2 എന്ന് പറയുന്നത് 10 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ 0യും 0യും ഇതിലെ 0യും ഇതിലെ 0യും നമുക്ക് ഡയറക്റ്റ് ക്യാൻസൽ ചെയ്യാം. ബാലൻസ് ഇവിടെ വരുന്നത് M2 അല്ലേ? 1 into M2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M2 തന്നെ. M2 എന്ന് പറയുന്നത് ഈക്വൽ ടു 3 into 15 എന്ന് വരും അല്ലേ? അപ്പൊ M2 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ്? 3 into 15. എത്രയാണ്? 3 into 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45. അപ്പൊ എന്താണ്? 45 മെൻ ആണ് ആവശ്യം. എന്തിന്? 10 ഡേയ്സ് കൊണ്ട് ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 45 മെൻ ആവശ്യമാണെന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ? 45. Next question. If 20% can do a piece of work in 7 days, then calculate the number of persons required to complete the work in 28 days എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? 20 persons ഉണ്ട്, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 7 ഡേയ്സ് എടുക്കുന്നു. അങ്ങനെയെങ്കിൽ 28 ഡേയ്സ് ഉണ്ടെങ്കിൽ എത്ര മെൻ ആവശ്യമാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് സാധാരണ രീതിയിൽ എന്താണ്? 7 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 20 മെൻ ആവശ്യമാണ്. അപ്പൊ 28 ഡേയ്സ് ഉണ്ട് നമ്മുടെ മുന്നിൽ. അപ്പൊ എന്താണ്? 20% ആവശ്യമില്ല അല്ലെ? 7 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിലാണ് 20% ആവശ്യമുള്ളൂ. 28 ഡേയ്സ് ഉണ്ടെങ്കിൽ 20നേക്കാളും കുറവ് പേഴ്സണെ ആവശ്യമുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ? M1 D1 ഈക്വൽ ടു M2 D2 എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യുക. കാരണം എന്താണ്? പേഴ്സണെ കുറിച്ചും അതേപോലെ തന്നെ എന്താണ്? ഡേയ്സിനെ കുറിച്ചും മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അവേഴ്സിനെ കുറിച്ചോ എഫിഷ്യൻസിയെ കുറിച്ചോ ഒന്നും നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സെയിം വർക്ക് എന്ന് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് എന്താണ്? ആ ഒരു വർക്കിനെ കുറിച്ച് നമുക്കിവിടെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത്? M1 D1 ഈക്വൽ ടു M2 D2. ഓക്കെ, M1 D1 ഈക്വൽ ടു M2 D2 ആണെന്ന് ഇക്വേഷൻ കിട്ടി. ഇനി എന്താണ്? M1 എന്ന് പറയുന്നത് 20% തന്നിട്ടുണ്ട്. അപ്പൊ M1 ഈക്വൽ ടു 20 എഴുതി. ഇനി എത്ര അടുത്താണ്? D1 എന്ന് പറയുന്നത് 7 ഡേയ്സ് അല്ലേ? D1 7. ഇനി എത്ര പേഴ്സൺ ആണ് നമുക്കറിയില്ല. M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ D2 എത്ര തന്നിട്ടുള്ളത്? D2 എന്ന് പറയുന്നത് നമുക്ക് 28 ഡേയ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M1 എത്രയാണ്? 20. D1 എന്ന് പറയുന്നത് 7 ഈക്വൽ ടു M2 into D2 എന്ന് പറയുന്നത് 28. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 7 1 ടൈമും ഇവിടെ എത്ര 7 പോകും? 4 ടൈംസ്. 7 വെച്ച് നമുക്ക് ഇവിടെ 1 ഇത് 4 കിട്ടി. ഇനി എന്താണ്? M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 4 എന്ത് ചെയ്യാം? 20ൽ എത്ര ടൈം പോകും? 4 20ൽ 5 ടൈംസ് പോകും. ഇവിടെ ബാലൻസിൽ എന്താണ്? M2 ആണ്. M2 ഈക്വൽ ടു എന്താണെന്ന് കിട്ടി? ഇവിടെ 5 ആണുള്ളത്. അപ്പോൾ M2 ഈക്വൽ ടു 5. അപ്പൊ 5 പേഴ്സൺസും ആവശ്യമുള്ളൂ എന്ത് ചെയ്യാനായിട്ട്? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. 28 ഡേയ്സ് കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ 5% ആവശ്യമേ അവിടെയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 20 men can do a piece of work in 30 days if they working 6 hours per day. Then find in how many days 50 men finish the same work if they working 8 hours per day. പിന്നെന്താ തന്നിട്ടുള്ളത്? If efficiency of first group is 50% more than second group എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്? സെയിം വർക്ക് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? വർക്കിനെ കുറിച്ച് നമുക്ക് അവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെന്താണ്? പേഴ്സൺസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡേയ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എഫിഷ്യൻസിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? M1 D1 എങ്ങനെയായിരിക്കും നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്? M1 D1 H1 E1 ഈക്വൽ ടു M2 D2 H2 E2 എന്ന്
നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്തു. ഇനി ഇതിൽ ഓരോ ടേംസ് നമുക്ക് എടുത്തെഴുതാം അല്ലെ. M1 എത്രയാണ്? അത് നമുക്ക് എഫിഷ്യൻസിയെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇഫ് എഫിഷ്യൻസി ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് ഈസ് 50% മോർ ദാൻ സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് എടുക്കാം. ഇതിൽ എഫിഷ്യൻസിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പ് 50% മോർ ദാൻ സെക്കൻഡ് ഗ്രൂപ്പ്. അപ്പൊ സെക്കൻഡ് ഗ്രൂപ്പിനെ അപേക്ഷിച്ച് എഫിഷ്യൻസി 50% കൂടുതലാണ് ഫസ്റ്റ് ഗ്രൂപ്പിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ആ സെക്കൻഡ് ഗ്രൂപ്പ് നമ്മൾ എന്തിനു 100 ആയിട്ട് എടുക്കുന്നു അല്ലെ, 100 ആയിട്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണ്? 50% മോർ. അപ്പൊ 100ന്റെ കൂടെ 15 ആഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? 150 കിട്ടും. അപ്പൊ 150:100 എന്ന് കിട്ടി. ഇനി എന്താണ്? 50 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇതിൽ എത്ര പ്രാവശ്യം 15 പോകും? 3 ടൈംസും. ഇതിൽ എത്ര പ്രാവശ്യം 15 പോകും? 2 ടൈംസ്. അപ്പൊ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് കിട്ടി? 3:2. അപ്പൊ എന്താണ്? ആദ്യത്തെ E1 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എഫിഷ്യൻസി 3 ആയിട്ടും E2 എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? 2 ആയിട്ടും എടുക്കുന്നു. ഇനി തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. M1 എന്ന് പറയുന്നത് എത്രയാണ്? 20 men ആണ് തന്നിട്ടുണ്ട്. അപ്പൊ M1 എന്ന് പറയുന്നത് 20, M2 എന്ന് പറയുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? M2 എന്ന് പറയുന്നത് 30 days. സോറി, D2 എന്ന് പറയുന്നത് D1 എന്ന് പറയുന്നത് ആ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 30 days ആണ് തന്നിട്ടുണ്ട്. H1 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? H1 എന്ന് പറയുന്നത് 6 hours per day എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ H1 എന്ന് പറയുന്നത് 6. ഇനി അടുത്തത് M2 എത്ര തന്നിട്ടുണ്ട്? 50 men ആണ് ഫിനിഷ് ചെയ്യുന്നത് അല്ലെ വർക്ക്. അപ്പൊ 15 എന്ന് എഴുതി. അടുത്തത് പറയുന്നത് ഡേയ്സ്. നമുക്ക് അറിയില്ല, ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇൻ ഹൗ മെനി ഡേയ്സ് 50 men finish the same work. അപ്പൊ എത്ര ഡേയ്സ് ആണ് കണ്ടുപിടിക്കുന്നത്? അതായത് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വരുന്നത് H2 നമുക്ക് 8 hours per day തന്നിട്ടുണ്ട്. പിന്നെ E2 നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചു. എല്ലാ ടേംസും നമുക്ക് ഇവിടെ കിട്ടി. ഇനി D2 ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിലെ ഓരോ വാല്യൂസും നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ M1 എന്ന് പറയുന്നത് എന്താണ്? 20. അപ്പൊ 20 into D1 എത്രയാണ്? 30. D1 30 into H1 എന്ന് പറഞ്ഞാൽ 6, E1 എന്ന് പറഞ്ഞാൽ 3 ഈക്വൽ ടു M2 എന്ന് പറയുന്നത് 15, D2 നമുക്ക് അറിയില്ല, പിന്നെ H2 എന്ന് പറയുന്നത് 8, E2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? E2 എന്ന് പറയുന്നത് 2. ഇനി നമുക്കിതിൽ ഏതൊക്കെ ടേംസ് വെച്ച് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. ഓക്കെ, 15 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 ടൈം 15 പോകും, ഇവിടെ 2 ടൈം 15 പോകും. അപ്പൊ അത് വെച്ച് ക്യാൻസൽ ചെയ്തു. ഇനി അടുത്തത് വരുന്നത് 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പൊ നമുക്ക് അതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വരുന്നത് 8 ആണ്. 8നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 ടൈംസ് പോകും, ഇവിടെ 5 ടൈംസ് പോകും. ഓക്കെ, ഇനി ഈ 2 നമുക്ക് 6ൽ ക്യാൻസൽ ചെയ്യാം അല്ലെ. ഈ 2 നമുക്ക് 6ൽ ക്യാൻസൽ ചെയ്യാം. ഒരു പ്രാവശ്യം 2 ഇതിൽ പോകും, ഇതിൽ എത്ര പ്രാവശ്യം? 3 ടൈംസ് പോകും. അപ്പൊ ഇവിടത്തെ എല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി ഇവിടെ വരുന്നത് D2 മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? D2 ഈക്വൽ ടു എന്ത് കിട്ടും? ഇവിടെ വരുന്ന ടേംസ് ഏതൊക്കെയാണ്? ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്, ഇവിടെ ഒരു 3 ഉണ്ട്. അപ്പൊ എന്താണ്? D2 എന്ന് പറയുന്നത് 5 into 3 into 3. ഓക്കെ, അപ്പൊ എന്താണ് കിട്ടി? 3 into 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 എന്ന് കിട്ടും. 9 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45. അപ്പൊ 45 days അല്ലെ. D2 ആണ് ചോദിച്ചത്, അപ്പൊ ഡേയ്സ് ആണ്. അപ്പൊ എന്താണ് കിട്ടി? 45 days. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 45 days ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20 men manufacture 400 toys in 30 days if they working 6 hours per day. Then find in how many days 50 men manufacture 600 toys if they working 8 hours per day. If efficiency of 2 men of first group is equal to efficiency of 3 men of group second എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താണ്? ഇവിടെ നമുക്ക് 20 men ഒരു 30 days, ഒരു ദിവസം 6 hours എടുത്ത് 30 days വർക്ക് ചെയ്തപ്പോൾ 400 ടോയ്സ് ഉണ്ടാക്കി എന്ന് പറയാം. അപ്പൊ ടോയ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് വർക്ക് എന്താണ്? 400 ടോയ്സും സെക്കൻഡ് വർക്ക് എന്ന് പറയുന്നത് 600 ടോയ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ W1 ഉം W2 ആയിട്ട്. അപ്പൊ എന്താണ്? ഇതിൽ എല്ലാ ടേംസിനെ കുറിച്ച് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇക്വേഷൻ വരിക? M1 D1 H1 E1 ഡിവൈഡഡ് ബൈ W1 ഈക്വൽ ടു M2 D2 H2 E2 ഡിവൈഡഡ് ബൈ W2. ഇതാണ് ഇക്വേഷൻ വരിക. ഇതില് W1 എന്താണ്? W1 എന്ന് പറയുന്നത് 400 ടോയ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ W2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? 600. ഓക്കെ, ഇനി എന്താണ്? M1 എന്ന് പറയുന്നത് എഫിഷ്യൻസിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ
ടു മെന്നിന്റെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഗ്രൂപ്പിന്റെ 3 മെന്നിന്റെ എഫിഷ്യൻസിക്ക് ഈക്വൽ ആണ്. അപ്പൊ എന്താണ് 2 men, 2 ഫസ്റ്റ് ഗ്രൂപ്പിന്റെ മെൻ ആയതുകൊണ്ട് M1 എടുക്കാം ഈക്വൽ ടു 3 M2. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ആ ഒരു M1 ഡിവൈഡഡ് ബൈ M2 എന്ന് പറഞ്ഞാൽ എന്താണ്, M1 ഇവിടെ ഉണ്ട്, M2 നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും, അവിടെ ഒരു 3 ഉണ്ട്, ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലേക്ക് ആവും. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്റർ, അപ്പൊ 3/2. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും സെക്കൻഡ് ഗ്രൂപ്പിന്റെയും എഫിഷ്യൻസി റേഷ്യോ എന്താണ്, 3/2 ആണ് റേഷ്യോ. അപ്പൊ 3:2 ആണെന്ന് കിട്ടി. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ E1 എന്ന് പറയുന്നത് എന്താണ്, E1 എന്ന് പറയുന്നത് 3 ആണെന്നും E2 എന്ന് പറയുന്നത് 2 ആണെന്നും കിട്ടി. E1 എന്ന് പറയുന്നത് എത്രയാണ്, E1 എന്ന് പറയുന്നത് 3ഉം E2 എന്ന് പറയുന്നത് നമുക്ക് 2 ആണെന്നും കിട്ടി. ഇനി എന്താണ് തന്നിട്ടുള്ളത്, പേഴ്സൺസിനെ കുറിച്ചും ഡേയ്സിനെ കുറിച്ച് അവേഴ്സിനെ കുറിച്ചും നമുക്ക് എഴുതാം അല്ലെ. M1 20 men ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം M1 എന്ന് പറയുന്നത് 20. അതുപോലെ തന്നെ D1 എന്ന് പറയുന്നത് എത്ര ഡേയ്സ് ആണ് തന്നിട്ടുണ്ട്, 30 days. അപ്പൊ 30. അതുപോലെ തന്നെ H1 എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്, H1 എന്ന് പറയുന്നത് 6 hours തന്നിട്ടുണ്ട്. അപ്പൊ 6. ഇനി അടുത്തത് M2 എന്താണ്, ഇൻ ഹൗ മെനി ഡേയ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ D2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. M2 എന്ന് പറയുന്നത് 15 men തന്നിട്ടുണ്ട്. അപ്പൊ 15 men. D2 നമുക്ക് അറിയില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. H2 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് 8 hours per day. അപ്പൊ 8. ഇനി അടുത്ത് എന്താണ്, എഫിഷ്യൻസി, എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി. ഇനി എന്താണ്, ഇതില് D2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ എല്ലാ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ വാല്യൂസും എന്ത് ചെയ്യാം, ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, M1 20, D1 30, H1 6, E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഡിവൈഡഡ് ബൈ W1 എന്ന് പറയുമ്പോൾ 400 ഈക്വൽ ടു M2 എന്ന് പറയുന്നത് 15. പിന്നെ D2 നമുക്ക് അറിയില്ല, അപ്പൊ D2 ഇൻറ്റു H1 എന്ന് പറയുന്നത് 8, എഫിഷ്യൻസി E2 എന്ന് പറയുന്നത് 2 ഡിവൈഡഡ് ബൈ 600. ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേമിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതേപോലെ ഇവിടെ നമുക്ക് ന്യൂമറേറ്ററിന്റെ ഡിനോമിനേറ്റർ വെച്ചും ക്യാൻസൽ ചെയ്യാം. പിന്നെ വരുന്ന ഒരു ക്യാൻസലേഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ന്യൂമറേറ്ററും ഈ ന്യൂമറേറ്ററും വെച്ച് ക്യാൻസൽ ചെയ്യാം. അതുപോലെ ഇതിന്റെ ഡിനോമിനേറ്ററും ഇതിന്റെ ഡിനോമിനേറ്റർ വെച്ചിട്ടും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ് 4 ക്യാൻസലേഷൻ നമുക്ക് ഇതിൽ പോസിബിൾ ആണ്. ഇതിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്യാം, ഇതിന്റെ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വെച്ച് ക്യാൻസൽ ചെയ്യാം, 2 ന്യൂമറേറ്റർ വെച്ച് ക്യാൻസൽ ചെയ്യാം, 2 ഡിനോമിനേറ്റർ വെച്ച് ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ആദ്യം 2 ഡിനോമിനേറ്റർ വെച്ച് ക്യാൻസൽ ചെയ്താലോ, ഇതിൽ 2 0യും ഇതിൽ 2 0യും പോയി. ഇനി വരുന്നത് എന്താണ്, ഇനി വരുന്നത് 15 നമുക്ക് 13 ക്യാൻസൽ ചെയ്യാം. 15 13 എത്ര വർഷം പോവും, 2 times. ഈ 2 നമുക്ക് ഈ 2 ക്യാൻസൽ ചെയ്യാം. അപ്പൊ 2 ക്യാൻസൽ ആയി. ഇനി വരുന്നത് എന്താണ്, ഇനി വരുന്നത് 4 20 4 നമുക്ക് ഇതിൽ എത്ര വർഷം പോവും, 4 1 ടൈം, ഇതില് 5 ടൈം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം ക്യാൻസൽ ആയി. ഇതിന്റെ ഡിനോമിനേറ്റർ വെച്ച് ക്യാൻസൽ ചെയ്യാൻ നോക്കാം. 6 2 എത്ര വർഷം പോവും, 6 3 ടൈംസ്, ഇതില് 4 ടൈംസ്. ഓക്കെ, ഇനി എത്രയുണ്ട്, ഇനി 4 2 ടൈംസ് 2 പോവും, ഇതില് 3 ടൈംസ് പോവും. ഓക്കെ, ഇനി നമുക്ക് ഇതില് ക്യാൻസൽ ചെയ്യാനൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്, 5 × 3 × 3 ആണ് ഇവിടെയുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, 5 × 3 × 3 എന്ന് പറയുന്നത് ഈക്വൽ ടു, ഇവിടെ എന്താണ് 2 ഉണ്ട്, ഒരു D2 ഉണ്ട്. അപ്പൊ 2D2 ഡിവൈഡഡ് ബൈ ഒരു 3 ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, നമുക്ക് ഈ 3നെ ഇങ്ങോട്ട് കൊണ്ടുവരാം അല്ലെ. അപ്പൊ 2D2 എന്ന് പറയുന്നത് എന്താണ് കിട്ടും, 2D2 എന്ന് പറയുന്നത് ഈക്വൽ ടു 5 × 3 × 3 × 3. ഓക്കെ, അപ്പൊ 3 × 3 എന്ന് പറയുമ്പോൾ 9 × 3 എന്ന് പറയുമ്പോൾ 27. ഓക്കെ, 3 ക്യൂബ് 27. 27 × 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 27 × 5. അപ്പൊ എത്ര കിട്ടും, 135 എന്ന് കിട്ടും. അപ്പൊ എന്താണ്, 2D2 എന്ന് പറയുന്നത് 135. ഓക്കെ, അതിൽ നിന്ന് D2 എന്താണെന്ന് കിട്ടും, ഈക്വൽ ടു 135 ഡിവൈഡഡ് ബൈ ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും, ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടും, 60. 13 എത്ര വർഷം, 6 ടൈംസ്, ബാലൻസ് ഒരു 1 ഉണ്ട്, 1 ഇവിടെ 15 ആകും. 15 2 എത്ര പോകും, 7 ടൈംസ് പോകും, പിന്നെ ഒരു പോയിന്റ് വരും, പിന്നെ ഒരു 5, 67.5 എന്ന് കിട്ടി. അപ്പൊ D2 എത്ര ഡേയ്സ് എടുക്കുന്നത് തന്നിട്ടുള്ളത്, 67.5 ഡേയ്സ് എടുക്കുന്ന നമുക്ക് കിട്ടി.
Next question. Some men can do a piece of work in 16 days. If 8 more men join, then work finish 10 days earlier. Find the number of men initially എന്ന് ചോദിച്ചത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് men, അത് നമുക്ക് എത്രയെന്ന് തന്നിട്ടില്ല. ആ മെന്നെ എന്ത് ചെയ്തു, അത്രയും പേഴ്സൺ ഒരു വർക്ക് 60 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാണ്. അതിന് പകരം നേരത്തെ ഉണ്ടായിരുന്ന പേഴ്സണേക്കാൾ കൂടുതൽ 8 പേഴ്സൺസ് അതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ആ വർക്ക് 10 ഡേയ്സ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തതിനേക്കാളും 10 ഡേയ്സ് മുൻപ് എന്ത് ചെയ്തു, ആ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ നേരത്തെ 16 ഡേയ്സ് ആണെങ്കിൽ എന്താണ്, ഇപ്പൊ 15 ഡേയ്സ്, 10 ഡേയ്സ് മുന്നെന്ന് പറയുമ്പോൾ ആ 16 ഒന്ന് കൂടെ ഒരു 10 മൈനസ് ചെയ്യുക. അപ്പൊ എത്രയാണ്, 15 ഡേയ്സ് കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആദ്യം എത്ര മെൻ ഉണ്ടായിരുന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എത്ര മെൻ എന്ന് അറിയില്ല. ഇവിടെ മെന്നിനെ കുറിച്ചും അതുപോലെ തന്നെ ഡേയ്സിനെ കുറിച്ചും മാത്രമേ എന്തായിട്ടുള്ളൂ, മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇക്വേഷൻ എന്താണ്, m1 d1 ഈക്വൽ ടു m2 d2 ആണ് ഇക്വേഷൻ. ഓക്കെ, ആദ്യം എത്ര പേഴ്സൺ നമുക്ക് അറിയില്ല, അത് നമ്മൾ എന്ത് ചെയ്യുന്നു, m1 എന്ന് പറയുന്നത് x ആയിട്ട് എടുക്കാം. d1 എന്ന് പറഞ്ഞത് എത്രയാണ്, d1 എന്ന് പറയുന്നത് 60 ഡേയ്സ്. m2 എന്ന് പറഞ്ഞത് എത്രയാണ്, നേരത്തെ m1 എത്ര ഉണ്ടായിരുന്നോ അതിനേക്കാളും 8 കൂടുതൽ. അപ്പൊ എന്താണ്, x പ്ലസ് 8. ഇനി അടുത്തത് d2 എത്ര ഡേയ്സ് ആണ്, ആ ഒരു 16 ഡേയ്സിന് 10 ഡേയ്സ് മുമ്പ് എന്ത് ചെയ്തു, ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ എത്രയാണ്, 50 ഡേയ്സ്. 16നേക്കാളും 10 ഡേയ്സ് മുന്നെന്ന് പറയുമ്പോൾ 15 ഡേയ്സ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻസ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഓരോ ടേംസും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1 x, പിന്നെന്താണ് d1 എന്ന് പറയുന്നത് 16 ഈക്വൽ ടു x പ്ലസ് 8 ഇൻറ്റു 15 കിട്ടി. നമുക്കിതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്, ഫൈൻഡ് ദ നമ്പർ ഓഫ് മെൻ ഇനിഷ്യലി. അപ്പൊ ആദ്യം എത്ര മെൻ ഉണ്ടായിരുന്നു, അതായത് എക്സ് ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലെ. എക്സ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, സീറോയും നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം അല്ലെ. സീറോയും ക്യാൻസൽ ചെയ്തു. ഇനി വരുന്നത് ഇവിടെ എന്താണ്, എക്സ് ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6x ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 5x പ്ലസ് 5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, 40. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടി, 6x ഈക്വൽ ടു 5x പ്ലസ് 40 കിട്ടി. നമുക്ക് എന്ത് ചെയ്യും, എക്സിനെ ഒരുമിച്ച് കൊണ്ടുവരാം. 5x ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, ഇവിടെ പ്ലസ് എക്സ് ആണ്, പ്ലസ് 5x ആണ്. അപ്പൊ ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 5x ആവും. 6x മൈനസ് 5x എന്ന് പറയുന്നത് എന്താണ്, 40 ആണെന്ന് കിട്ടി. 6x മൈനസ് 5x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പൊ x എന്ന് പറഞ്ഞാൽ എന്താണ് കിട്ടി, 40 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ആൻസർ അത് എത്ര, ആദ്യം എത്ര മെൻ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ എത്രയാണ്, 40 men ആണ്. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 40. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഗ്രൂപ്പ് ഓഫ് men decided to do a piece of work in 12 days, but 8 men of them were absent if the rest of the group did the work in 20 days. Find the original number of men. അതായത് ആദ്യം ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് മെൻ ഉണ്ടായിരുന്നു, ആ വർക്ക് 12 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആവും. പക്ഷെ എന്ത് ചെയ്തു, 8 മെന്ന് ആബ്സെന്റ് ആയി. അപ്പൊ എന്ത് ചെയ്തു, റെസ്റ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെക്കാളും 8 കുറവായിട്ടുള്ള ആ ബാലൻസ് ആൾക്കാർ എന്ത് ചെയ്തു, 20 ഡേയ്സ് എടുത്തു ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം എന്താണ്, 8 പേഴ്സൺസ് അവിടെ ആബ്സെന്റ് ആയതുകൊണ്ട്. അങ്ങനെയെങ്കിൽ ഒറിജിനൽ നമ്പർ ഓഫ് മെൻ, അത് നേരത്തെ ഉണ്ടായിരുന്ന മെൻ എത്ര എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന മെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, m1 x ആയിട്ട് എടുക്കുക. m2 എന്ന് പറയുന്നത് അതിനേക്കാൾ 8 കുറവ്, 8 പേഴ്സൺസ് ആബ്സെന്റ്. അപ്പൊ m2 എന്ന് പറയുന്നത് x മൈനസ് 8 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ m1 എന്ന് പറയുന്നത് ആദ്യം എത്ര പേഴ്സൺ എന്നറിയില്ല, അതിന് നമ്മൾ x ആയിട്ട് എടുക്കുന്നു. m2 എന്ന് പറയുന്നത് അതിനേക്കാളും 8 പേഴ്സൺ ആബ്സെന്റ് എന്ന് പറയുമ്പോൾ x മൈനസ് 8. d1 എന്ന് പറയുന്നത് എന്താണ്, ആദ്യത്തെ ഗ്രൂപ്പ് 12 ഡേയ്സ് കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ d1 എന്ന് പറയുന്നത് എന്താണ്, 12 ആണ്. d2 എന്ന് പറഞ്ഞാൽ എത്ര ദിവസം എടുക്കുന്നുണ്ട്, 8 പേഴ്സൺസ് ആബ്സെന്റ് ആയതുകൊണ്ട് 20 ഡേയ്സ് എടുക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പൊ d2 എന്ന് പറയുന്നത് 20 ആണെന്ന് കിട്ടി. ഇനി ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ x ഇൻറ്റു d1 എന്ന് പറയുന്നത് 12 ഈക്വൽ ടു x മൈനസ് 8 ഇൻറ്റു എന്താണ് 20. നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ്, ഇനിഷ്യലി എത്ര മെൻ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ് കണ്ടുപിടിക്കേണ്ടത്, x ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കാം അല്ലെ. ഇവിടെ 12നും 20ലും കോമൺ നമുക്ക് എന്തുണ്ട്, 4 ഉണ്ട്. അപ്പൊ 4 വെച്ച് ക്യാൻസൽ ചെയ്യാം. 12ൽ എത്ര പ്രാവശ്യം 4 പോകും, 3 ടൈംസ്. 20 എത്ര 4 പോകും, 5 ടൈംസ്. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3x ഈക്വൽ ടു 5 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 5x. പിന്നെ ഒരു മൈനസ് ഉണ്ട്, 5 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 40. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ 14 ഇങ്ങോട്ട് കൊണ്ടുവരാം, എക്സ് അങ്ങോട്ട് കൊണ്ടുവരാം. 14 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും, മൈനസ് ആണ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ
പ്ലസ് ആവും. അപ്പൊ 14 ഈക്വൽ ടു 5x അവിടെ തന്നെ ഉണ്ട്. 5x 3x അങ്ങോട്ട് പോകുമ്പോൾ -3x ആവും. അപ്പൊ 14 എന്ന് പറഞ്ഞാൽ എന്താണ് ഈക്വൽ ടു 2x അല്ലെ. 5x - 3x എന്ന് പറഞ്ഞാൽ 2x. ഇനി അതിൽ നിന്ന് x കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് 40 ഡിവൈഡഡ് ബൈ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആകും, ഡിവൈഡഡ് ബൈ 2. 40/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 20. അപ്പൊ എത്ര പേഴ്സൺസ് ഉണ്ടായിരുന്നു ആദ്യം 20 മെൻ ഉണ്ടായിരുന്നു എന്ന് ആൻസർ ആയി കിട്ടി. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ് 20 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്നൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ ക്വസ്റ്റ്യന്. ക്വസ്റ്റ്യൻ നോക്കൂ. എ കോൺട്രാക്ടർ contracted to finish a work in 62 days. He employed 32 men to work, but 1/3 of work was done in 30 days. How many additional men would he employ that remaining work be finished duration എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കോൺട്രാക്ടർ എന്ത് ചെയ്യുന്നു, ഒരു കോൺട്രാക്ട് ഏറ്റെടുക്കുകയാണ്, ഒരു വർക്ക് ഏറ്റെടുക്കുകയാണ്, എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് 62 ഡേയ്സ് കൊണ്ട് അയാൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ ആദ്യം എന്ത് ചെയ്തു, അയാള് 32 മെന്നിനെ ആ വർക്ക് ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. എന്ത് ചെയ്തു, 1/3 ഓഫ് വർക്ക് വാസ് ഡൺ ഇൻ 30 ഡേയ്സ്. അതായത് ആദ്യത്തെ 62 ഡേയ്സ് ആണ് മൊത്തം അയാൾക്കുള്ള ടൈം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ 30 ഡേയ്സ് എടുത്തപ്പോ എന്താണ്, 30 ഡേയ്സ് കഴിഞ്ഞപ്പോ ആ വർക്കിന്റെ 1/3 ഭാഗം മാത്രമേ എന്തായിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ എന്താണ്, അയാൾക്ക് മനസ്സിലായി ഈ 32 മെന്ന് എന്ത് ചെയ്യില്ല, ബാലൻസ് ഉള്ള ദിവസം കൊണ്ട് മൊത്തം വർക്കും കംപ്ലീറ്റ് ചെയ്യില്ല, 62 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കി അയാൾ എന്ത് ചെയ്തു, 32ന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ആൾക്കാരെ കൂടെ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ എത്ര അഡീഷണലി ആഡ് ചെയ്താലാണ് ആ വർക്ക് 62 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ അഡീഷണൽ ആയിട്ട് എത്ര പേഴ്സൺ അയാൾക്ക് അവിടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യണം, അതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്, ഇവിടെ ഡേയ്സും നമ്പർ ഓഫ് മെന്നിനെ കുറിച്ചും അതുപോലെ തന്നെ വർക്ക് 1/3 വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വർക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്യാം, m1d1 ഡിവൈഡഡ് ബൈ w1 ഈക്വൽ ടു m2 d2 ഡിവൈഡഡ് ബൈ w2 എന്നാണ് ഇക്വേഷൻ ആയിട്ട് വരിക. ഇതിൽ ഫസ്റ്റ് m1 എത്രയാണ്, ഫസ്റ്റ് m1 എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് എന്ന് കിട്ടി, m1 എന്ന് പറയുന്നത് എത്രയാണ് 32 മെന്നാണ് ആദ്യം അയാള് ആ ഒരു വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചത്. അപ്പൊ m1 എന്ന് പറയുന്നത് 32 d1 ആ 1/3 വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുത്തിട്ടുണ്ട്, ആദ്യത്തെ 30 ഡേയ്സ് ആണ് എടുത്തത്. അപ്പൊ d1 എന്ന് പറയുന്നത് 30 ഡേയ്സ്. വർക്ക് എത്ര ഫിനിഷ് ആയി എന്നാ പറഞ്ഞത്, ആ ടോട്ടൽ വർക്കിന്റെ 1/3 വർക്കാണ് കംപ്ലീറ്റ് ആയത്. അപ്പൊ w2 എങ്ങനെ കണ്ടുപിടിക്കും, ടോട്ടൽ വർക്ക് 1 ആണ്, അതിൽ 1/3 ഭാഗം കംപ്ലീറ്റ് ആയി. അപ്പൊ w2 എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം, 1 - 1/3. 1 - 1/3 എന്ന് എത്രയാണ്, 1 × 3 എന്ന് പറയുമ്പോൾ 3 മൈനസ് ഒരു 1 × ഇവിടെ 1 വരും. അപ്പൊ 1 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു കിട്ടും 3 - 1/3, അതായത് 2/3. അപ്പൊ w1 1/3 എന്ന് കിട്ടി, w2 2/3 എന്ന് കിട്ടി. റിമൈനിങ് വർക്കാണ് 2/3. ഇനി m2ന്റെ കൂടെ, m2 എത്രയാണ് 32ന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ആൾക്കാരൂടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര ആഡ് ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ m2 എന്താണ്, m2 എന്ന് പറഞ്ഞത് 32ന്റെ കൂടെ ഒരു x പേഴ്സൺസ് നമുക്ക് അറിയാത്തതുകൊണ്ട് കണ്ടുപിടിക്കേണ്ടത് x ആണ്. 32ന്റെ കൂടെയാണ് നമ്മൾ x ആഡ് ചെയ്യുന്നത്. അപ്പൊ 32x എന്ന് കിട്ടി. d2 എത്രയാണ്, d2 എന്ന് പറഞ്ഞത് അയാളുടെ മുന്നിൽ എത്ര ദിവസമാണുള്ളത്, 62 ഡേയ്സ് ആണ് അയാളുടെ കയ്യിൽ ഉള്ളത്. അതിൽ ആദ്യത്തെ 30 ഡേയ്സ് കംപ്ലീറ്റ് ആയി, ഇനി വരുന്ന ബാലൻസ് എത്രയേ ഉള്ളൂ, ഇനി 32 ഡേയ്സ് കൊണ്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ d2 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ കൊടുക്കുന്നു, 32 ആണെന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ ടേംസും കിട്ടി. ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. m1 എത്രയാണ് 32 ഇൻറ്റു d1 എന്ന് പറയുന്നത് 30 ഡിവൈഡഡ് ബൈ w1 എന്ന് പറയുന്നത് 1/3 ഈക്വൽ ടു m2 എന്ന് പറയുന്നത് 32 പ്ലസ് എക്സ് ഇൻറ്റു 32 d2 എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ 2/3 ആണെന്ന് കിട്ടി. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഫോം ചെയ്യാൻ തന്നെ ആ പകുതി നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിലെ ഈ ഡിനോമിനേറ്ററിൽ 1/3 2/3, അപ്പൊ രണ്ടിനും ആ ഒരു ടേമിൽ തന്നെ ഡിനോമിനേറ്ററിന്റെ തന്നെ ടേംസ് സെയിം ആയതുകൊണ്ട് 3യും 3യും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അവിടെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കാം. 32ൽ എത്ര വർഷം പോകും, 16 ടൈംസ് പോകും. അപ്പൊ 16 കൊടുത്തു. ഇനി എന്താണ് 32 × 30 ഈക്വൽ ടു 32 പ്ലസ് എക്സ് ഇൻറ്റു 16. ഈ 16 നമുക്ക് ഈ 32ൽ 2 ടൈംസ് പോകും. അപ്പൊ 2 × 13 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 × 13 എന്ന് പറഞ്ഞാൽ 16 ഈക്വൽ ടു 32
പ്ലസ് എക്സ് എന്ന് കിട്ടി. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 32 ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ? അപ്പൊ എക്സ് ഈക്വൽ ടു 16, 32 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -32 ഈക്വൽ ടു എന്താ കിട്ടും? 16 നിന്ന് 30 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 30 ഉണ്ടാവും. പിന്നെ 30 നിന്ന് ഒരു 2 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 28. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? 28. അതായത് അഡീഷൻ ആയിട്ട് അയാൾക്ക് എന്ത് ചെയ്യണം? 28 മെന്നു കൂടെ ആ ഒരു 32 മെന്നിന്റെ കൂടെ ആഡ് ചെയ്താൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുള്ളൂ? കറക്റ്റ് ടൈം 62 ഡേയ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 28 മെൻ എന്ന് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഡിസ്പ്ലേ ആവും. അത് നിങ്ങൾക്കുള്ള വർക്ക്ഔട്ട് സം ആണ്. എ കമ്പനി എംപ്ലോയ് 200 വർക്കേഴ്സ് to complete a certain work in 150 days if only 1/4 of the work has been done in 15 days. Then in order to complete the whole work in time, the number of additional workers to be employed was. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സെയിം പോലെ തന്നെയാണ്. 1/4 വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ അഡീഷൻ ആയിട്ട് എത്ര പേഴ്സൺ അവിടെ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്ത് അതുപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് ആൻസർ എന്ന് വന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 35 men can complete a work in 18 days, but 8 days after they started working, 50 more men joined them. How many days will they now to take to complete the remaining work എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 35 men ഉണ്ട്. ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ഡേയ്സ് എടുക്കും. സാധാരണ ഒരു പീസ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 35 men ഉണ്ടെങ്കിൽ ആ വർക്ക് 18 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ എന്ത് ചെയ്തു? ബട്ട് 8 days ആഫ്റ്റർ ദേ സ്റ്റാർട്ടിങ് വർക്ക്, ആദ്യം സ്റ്റാർട്ട് ചെയ്തു, ഈ 35 പേഴ്സൺസും കൂടെ സ്റ്റാർട്ട് ചെയ്തു. 8 ഡേയ്സ് കഴിഞ്ഞപ്പോൾ 35ന്റെ കൂടെ ഒരു 50 men കൂടെ എന്ത് ചെയ്തു? ആഡ് ആയി. അങ്ങനെയെങ്കിൽ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും? ആദ്യം 18 ഡേയ്സ് എടുക്കും. പക്ഷെ 35 men ആദ്യം മുതൽ അവസാനം വരെ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് 18 ഡേയ്സ് എടുക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഇടയിൽ വെച്ച് കുറച്ച് ആൾക്കാരുടെ അഡീഷൻ ആയിട്ട് അവരുടെ കൂടെ ആഡ് ആയി. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടി എന്താണ്? 18 ഡേയ്സ് ടോട്ടൽ ആവശ്യമില്ല അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതില്. മൊത്തം എത്ര പേഴ്സൺസ് ഉണ്ട്? മൊത്തം 35 പേഴ്സൺസ് ഉണ്ട്. അവരെടുക്കുന്ന ഡേയ്സ് എന്ന് പറയുന്നത് 18 ഡേയ്സ് ആണ്. ഓക്കെ, ഈ 18 ഡേയ്സില് 8 ഡേയ്സ് അവര് വർക്ക് ചെയ്തു. ഓക്കെ, 8 ഡേയ്സ് അവർ വർക്ക് ചെയ്തു. ആരൊക്കെ? 35 പേഴ്സൺസും 8 ഡേയ്സ് വർക്ക് ചെയ്തു. ഇനി റിമൈനിങ് വരുന്ന വർക്ക് എത്രയാണ്? 35 പേഴ്സൺസ് ഇനി വർക്ക് എത്ര ദിവസം കൊണ്ട് ചെയ്യണം? 18 ഡേയ്സിൽ 8 ഡേയ്സ് കംപ്ലീറ്റ് ആയി. ഇനി വരുന്നത് 10 ഡേയ്സ് ആണ് അല്ലേ? ഈ 10 ഡേയ്സില് 35 men ആണ്. എന്താണ്? 10 ഡേയ്സ് 35 മെന്നിന്റെ വർക്കാണ് അവിടെ ഉള്ളത്. ആ വർക്കാണ് എന്ത് ചെയ്യുന്നത്? 35ന്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ആൾക്കാർ കൂടെ ആഡ് ചെയ്തിട്ട് എത്ര ദിവസം എടുക്കുന്നുള്ളത്? 50 men ആഡ് ആവുന്നത്. അപ്പൊ എത്ര ദിവസം എടുക്കുന്ന ചോദിച്ചിരിക്കുന്നത്. അതായത് ഇനി റിമൈനിങ് വർക്ക് വരുന്നത് എന്താണ്? 35 പേഴ്സൺസ് 10 ദിവസം കൊണ്ട് 10 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന വർക്കാണ്. 35ന്റെ കൂടെ 50 men ചേർന്ന് എത്ര ദിവസമാണെന്ന് അറിയില്ല ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ എത്ര ദിവസം ഉണ്ടെന്നുള്ളത് എക്സ് ആണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മൊത്തം 35 പേഴ്സൺ 18 ഡേയ്സ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ 8 ഡേയ്സ് 35 men വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൈനിങ് എന്താണ്? 35 men 10 ഡേയ്സ് കൊണ്ട് ചെയ്യേണ്ട വർക്കാണ് ഇനി റിമൈനിങ് ഉള്ളത്. 35 men 10 ഡേയ്സ് കൊണ്ട് വർക്ക് ചെയ്യുന്നു. ആ വർക്ക് എന്ത് ചെയ്യുന്നു? 35ന്റെ കൂടെ ഒരു 15% കൂടെ ചേർന്നാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ 35ന്റെ കൂടെ ഒരു 15 ആഡ് ചെയ്തു. അപ്പൊ എത്രയാണ് ഇനി ആ ഡേയ്സ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്രയാണ്? എക്സ് ആണ്. അപ്പൊ 10 ഡേയ്സിനേക്കാളും കുറവായിരിക്കും. ഓൾറെഡി എന്താണ്? 35 men ചേർന്ന 10 ഡേയ്സ് ആവശ്യമുള്ളൂ. 35ന്റെ കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് 10 ഡേയ്സിനേക്കാൾ കുറവ് ദിവസമേ എടുക്കുള്ളൂ. അത് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 35 into 10 ഈക്വൽ ടു 35 plus 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 plus 10 എന്ന് പറഞ്ഞാൽ 40. 5 plus 5 എന്നാൽ 10. 15 എന്ന് കിട്ടും. അപ്പൊ 15 എക്സ് എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 0യും ക്യാൻസൽ ആയി. 5 35ല് 7 പോയി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് കിട്ടി? 7 ആണെന്ന് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 7. ഓക്കെ, അപ്പൊ എന്താണ്? ആ ഒരു 15 men ഇവിടെ ആഡ് ചെയ്തപ്പോൾ ആ വർക്ക് എത്ര ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുക? 7 ഡേയ്സ് കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? 7 days.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: 24 men can complete a work in 15 days. After 6 days of start, 30 more men join them. How many days will they require to complete the remaining work എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 24 men ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസ് പോലെ 24 men ഉണ്ട്. 24 men ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുന്നുണ്ട്? 15 days ഉണ്ട് ടോട്ടൽ. അതില് 6 days എന്ത് ചെയ്തു? 24 മെന്നും വർക്ക് ചെയ്തു. റിമൈനിങ് എത്ര ദിവസം ഉണ്ട്? 9 days ഉണ്ട് അല്ലേ? 15 - 6 എന്ന് പറഞ്ഞാൽ 9 days. അതായത് 24 men 9 days കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 24 മെന്ന്. ഓക്കെ, അപ്പൊ M1 എന്ന് പറയുന്നത് 24, D1 എന്ന് പറയുന്നത് 9 ഈക്വൽ ടു എന്താണ്? 24ന്റെ കൂടെ ഒരു 30 ആഡ് ചെയ്തു, 30 men ആഡ് ചെയ്തു. അപ്പൊ 24 + 30. M2 എന്ന് പറയുന്നത് 24 + 30. ഇനി D2 ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് അറിയില്ലത് x ആയിട്ട് എടുക്കും. അപ്പൊ x ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുന്നു? 24 × 9 ഈക്വൽ ടു 24 + 30 എന്ന് പറഞ്ഞാൽ 54x എന്ന് കിട്ടി. 9 എത്ര പ്രാവശ്യം പോകും? 54ല് 6 times പോകും. 6 24ല് 4 times പോകും. അപ്പൊ x എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്താണ് കിട്ടി? x എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 4 ആണെന്ന് കിട്ടി. അപ്പൊ 4 days കൊണ്ട് എന്ത് ചെയ്യുന്നു? 24ന്റെ കൂടെ 30%, അതായത് 54% ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ എത്ര ദിവസം മതി അവർക്ക്? 4 days മതി. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ആണെന്ന് കിട്ടി. ഓക്കെ, ഇതോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ സോൾവ് ചെയ്ത എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോടൊന്ന് ഷെയർ ചെയ്തെത്തിക്കാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ടും കാണാം. ഓക്കെ, താങ്ക് യു.